44ാമത് സംസ്ഥാന ശാസ്ത്രമേളയുടെ മുഖ്യ ആകർഷണമായിരുന്നു അധ്യാപകരുടെ ടീച്ചേഴ്സ് വർക്കിംഗ് എയ്ഡുകൾ. അക്കൂട്ടത്തിലെ ചില മികച്ച വർക്കിംഗ് എയ്ഡുകളെ നമുക്ക് പരിചയപ്പെടാം. പാസ്കൽ നിയമം പഠിക്കാനുണ്ട് കുട്ടികൾക്ക്. ദ്രവോപരിതലത്തിൽ മർദ്ദം പ്രയോഗിക്കുമ്പോൾ അത് എല്ലാ ഭാഗത്തും അനുഭവപ്പെടുന്നു, തുല്യമായി അനുഭവപ്പെടുന്നു എന്നാണ് അതിന്റെ സാരം. അതിന്റെ ഒരു അപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ബ്രേക്ക്. ഹൈഡ്രോളിക് ബ്രേക്കിന്റെ പ്രവർത്തനം പല കുട്ടികൾക്കും ഒരു സംശയമാണ്. അത് കാണിക്കാനുള്ള ഒരു ഉപകരണമാണ്. വാഹനത്തിന്റെ വീല് കറങ്ങാണ്, ബ്രേക്കായിട്ട് ഇതാണ് പട്ടവരിൽ നിന്നു ഹൈഡ്രോളിക് ബ്രേക്കിന്റെ സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളില് എന്താണ് നടക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് ഹൈഡ്രോളിക് ബ്രേക്ക്. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് നീങ്ങി ഈ വീലില് ബ്ലോക്ക് ആവുക ചെയ്യും. ഇങ്ങനെയാണ് വാഹനങ്ങളിലെ ബ്രേക്ക് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇതാണ് ഹൈഡ്രോളിക് ബ്രേക്ക്. വൈദ്യുത മോട്ടോറിന്റെ പ്രവർത്തനം 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് വൈദ്യുത മോട്ടോറിന്റെ പ്രവർത്തനം. അതായത് വൈദ്യുത വാഹിയായ ചാലകത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നു. കാന്തിക ക്ഷേത്രത്തിലുള്ള വൈദ്യുത വാഹിയായ ചാലകത്തിൽ ബലം അനുഭവപ്പെടുന്നു. ബലത്തിന്റെ ദിശയിൽ ചാലകം ചലിക്കുന്നു. അപ്പൊ ഇതില് വൈദ്യുതി കടത്തി വിടുമ്പോൾ ഇത് ചലിക്കും. ഇതാണ് വൈദ്യുത മോട്ടോറിന്റെ പ്രവർത്തനം. ഇത് വൈദ്യുത മോട്ടോറിന്റെ പ്രവർത്തനം ഇതാണ്. ഇതിന്റെ അടിയിൽ ശക്തമായൊരു കാന്തമുണ്ട്, മറ്റൊന്നുമില്ല, ഒരു കമ്പിച്ചുരുളുമാണ്. ആ കമ്പിച്ചുരുള് കാന്തിക ക്ഷേത്രത്തില് തിരിയുകയാണ്. അതാണ് മോട്ടോറിന്റെ പ്രവർത്തനം. ഇനി മറ്റൊന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് ആർക്ക് ലാമ്പ്. ഇത് ആർക്ക് ലാമ്പാണ്, കാർബൺ ആർക്ക് ലാമ്പാണ്. ഇതിൽ ഉയർന്ന വോൾട്ടേജ് കൊടുക്കണം. കണ്ടില്ലേ, 10ൽ പഠിക്കാനുള്ളതാണ് കാർബൺ ആർക്ക് ലാമ്പ്. പത്താം ക്ലാസ്സിലെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട്, അതായത് ഹൈസ്കൂൾ ക്ലാസ്സിലെ മുഴുവൻ ഇലക്ട്രിക്കൽ ഉപകരണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ പരീക്ഷണങ്ങളും ചെയ്യാൻ പറ്റുന്ന 2 പ്രധാനപ്പെട്ട ബോർഡുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ആദ്യമായിട്ടുള്ളത് AC കറണ്ട്, DC കറണ്ട് എന്താണ് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു ലഘു പരീക്ഷണത്തിലൂടെ മനസ്സിലാവുന്ന ഒരു സംവിധാനമാണിത്. ഇത് ഏറ്റവും മുകളിൽ കാണുന്നത് AC-യുടെ ഗ്രാഫിക ചിത്രീകരണവും താഴെ കാണുന്നത് DC ജനറേറ്ററിൽ നിന്നുള്ള ഗ്രാഫിക ചിത്രീകരണവും, മറ്റൊന്ന് ബാറ്ററിയിൽ നിന്നുള്ള, അതായത് സെല്ലിൽ നിന്നുള്ള വൈദ്യുതിയുടെ ചിത്രീകരണമാണ്. പ്യുവർ DCയുടെ ചിത്രീകരണമാണ് മൂന്നാമതായി കാണുന്നത്. ഇവിടെ നമ്മൾ നോക്കൂ, 2 ലൈറ്റ് ഒരേപോലെ കത്തിക്കിടക്കുന്നു, പച്ചയും ചുവപ്പും. പക്ഷെ ഇതിനെ ഒന്ന് കറക്കി വിട്ടാലോ, രണ്ടും വ്യത്യസ്ത സമയങ്ങളിലാണ് കത്തുന്നത്. അതായത് നമ്മുടെ പ്രത്യേകത, അതാണ് AC-യുടെ പ്രത്യേകത. നമ്മുടെ ഗാർഹിക ഉപയോഗത്തിനായി ഉപയോഗിക്കുന്ന AC-യുടെ പ്രത്യേകത ഇത് തന്നെയാണ്. ഒന്ന് പോസിറ്റീവ് സൈഡിലേക്കും ഒന്ന് നെഗറ്റീവ് സൈഡിലേക്കുമാണ് പോകുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി 50 ഹെർട്സ് ആണ്. അതായത് 100-ൽ 1 പ്രാവശ്യമാണ് ഈ ചുമന്ന ലൈറ്റ് കത്തുന്നതും അതുപോലെ തന്നെ പച്ച ലൈറ്റ് കത്തുന്നതും 100-ൽ 1 പ്രാവശ്യമാണ്. ആ രീതിയിലാണ് കത്തുന്നത്. വീണ്ടും നമുക്ക് പഠിക്കാനുള്ളത് DC എന്താണെന്നാണ്. അത് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ, ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ. അതിൽ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഡയോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള റെക്ടിഫിക്കേഷനാണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ. ഇതിന്റെ പാറ്റേൺ നോക്കൂ, കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ, കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ഞാൻ വീണ്ടും മറ്റൊരു ഡയോഡ് കൂടി കൊടുക്കുകയാണ്. ഇവിടെ പാറ്റേൺ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എങ്കിലും കുറച്ച് ഭാഗങ്ങൾ 0 വോൾട്ട് ഉള്ളതായിട്ട് തോന്നുന്നു. ആ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കപ്പാസിറ്റർ കൂടി ആഡ് ചെയ്യുകയാണ്. ഇത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഒരു കപ്പാസിറ്റർ കൂടി ആഡ് ചെയ്യുകയാണ്. പൂർണ്ണമായിട്ടുള്ള വൈദ്യുതിയുടെ ഒരു ചിത്രീകരണം നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം പ്യുവർ DC ആക്കിയുള്ള ഒരു ചിത്രീകരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടിയുടെ ചോദ്യമാണ് എന്നെ ഈ ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കുന്നതിന് പ്രേരിപ്പിച്ചത്. 40, 60, 100 എന്നൊക്കെ ബൾബിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചതിന് കൃത്യമായൊരു ഉത്തരം
അവന് കാണിച്ചു കൊടുക്കാൻ, പറയാൻ കഴിഞ്ഞെങ്കിലും കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് എങ്ങനെയാണ് ഈ 40 വാട്ട് എന്ന ആശയം കുട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഫലമായിരുന്നു ഈ പവർ റീഡിംഗ് ബോർഡ്. ഇവിടെ 2 മീറ്ററുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു വോൾട്ട് മീറ്റർ, ഡിജിറ്റൽ വോൾട്ട് മീറ്റർ, അതുപോലെ ഡിജിറ്റൽ അമ്മീറ്റർ. അമ്മീറ്ററിൽ ആംബിയറേജും വോൾട്ട് മീറ്ററിൽ വോൾട്ടേജും വെവ്വേറെയായി നമ്മൾ അളന്നെടുക്കുന്നു. ഇതിൻ്റെ ഗുണനഫലമാണ് പവർ എന്നത് 2ാമത്തെ അധ്യായത്തിൽ ജൂൾ നിയമത്തിൻ്റെ അനുബന്ധമായി അവർ പഠിക്കുന്ന ഒരു ആശയമാണ്. അതുകൊണ്ട് P = V/I എന്ന സമവാക്യം ഉപയോഗിച്ച് ഒരു ഉപകരണത്തിൻ്റെ പവർ കണക്കാക്കാം എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുന്നു. ഉദാഹരണത്തിന് ഈ സർക്യൂട്ടിൽ ഒരു പാരലൽ അറേഞ്ച്മെൻ്റ് ആണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 5 സ്വിച്ചുകൾ ഇവിടെ ഉണ്ട്. ഓരോ സ്വിച്ചും ഓരോ ഉപകരണത്തിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഗാർഹിക വയറിംഗ് ഇത് തന്നെയാണ്. പാരലലായിട്ടാണ്, സമാന്തരമായിട്ടാണ് ഉപകരണങ്ങളെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് 2ാമത്തെ അധ്യായത്തിൽ കുട്ടികൾ പഠിക്കുന്നു. ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുള്ള ഈ 5 ഉപകരണങ്ങളിലെയും ആ പവർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ഫിലമെന്റ് ലാമ്പാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 60 വാട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ബൾബ് പ്രവർത്തിക്കുമ്പോൾ എത്ര വാട്ട് യഥാർത്ഥത്തിൽ വന്നു എന്നത് കുട്ടിക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന അവസരമുണ്ട്. 0.2120 വേരിയേഷൻ ഉള്ളതുകൊണ്ട് 0.20 ആണ് ഇപ്പോൾ നിൽക്കുന്ന റീഡിംഗ് അമ്മീറ്ററിൽ, അതായത് ആംബിയറേജ്. 149 വോൾട്ടാണ് ഇവിടെയുള്ള വോൾട്ടേജ് നമ്മുടെ മീറ്റർ റീഡിങ്ങിലുള്ളത്. അതായത് 149 × 2 251 ആയിട്ടുണ്ട്. ചെറിയ വേരിയേഷൻ വോൾട്ടേജിൽ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ 151, 149, 150 ആവറേജ് എടുക്കുകയാണെങ്കിൽ 300, അതായത് 30 വാട്ടാണ് ഈ ബൾബിൻ്റെ ഇപ്പോഴുള്ള വാട്ടേജ്. എഴുതിയിരിക്കുന്നത് 60 വാട്ട് എന്നാണ്. വളരെ വ്യക്തമായ കുട്ടിക്ക് ഒരു ആശയം കൊടുക്കാൻ കഴിയും. വാട്ടേജ് എന്നത് വോൾട്ടേജും കറണ്ടും ഗുണനഫലമാണെങ്കിൽ കറണ്ട് കുറയുന്നതോടെ വാട്ടേജ് കുറയുന്നു എന്നുള്ള ആശയത്തിലേക്ക് നമുക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരമായി, എങ്കിൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് ചാർജ് കൂടുമോ സാർ? ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ് ക്ലാസ് മുറിയിൽ. തീർച്ചയായും വോൾട്ടേജ് കൂടിയാൽ കറണ്ട് ചാർജ് കൂടും എന്നത് കുട്ടിയെ മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഉദാഹരണം മതി. 230 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ 60 വാട്ട് വരേണ്ട ബൾബിന് 140 വോൾട്ടിൽ പ്രവർത്തിച്ചപ്പോൾ, അല്ലെങ്കിൽ 150 വോൾട്ടിൽ പ്രവർത്തിച്ചപ്പോൾ വെറും 30 വാട്ട് വന്നുവെങ്കിൽ തീർച്ചയായും വോൾട്ടേജ് കുറയുമ്പോൾ വൈദ്യുതി ചാർജ് കുറയും എന്നതിന് സംശയമില്ല. പക്ഷേ അത് അഭിലഷണീയമല്ല. വോൾട്ടേജ് കുറഞ്ഞാൽ അതിന് ധാരാളം സൈഡ് ഇഫക്ട്സ് ഉണ്ട്. നമ്മുടെ പല ഉപകരണങ്ങളും പ്രവർത്തിക്കാതെ വരും. ഇനി അടുത്ത ഒരു ജനറേഷൻ ലൈറ്റുകളാണ് CFL, കോമ്പാക്ട് ഫ്ലൂറസൻ ലാമ്പ്. ഇവിടെ വെറും 15 വാട്ടിൻ്റെ ഒരു CFL പ്രവർത്തിച്ച വെളിച്ചവും 60 വാട്ടിൻ്റെ ബൾബ് പ്രവർത്തിച്ച വെളിച്ചവും താരതമ്യം ചെയ്യാവുന്നതാണ്. കൃത്യമായി അളന്നെഴുതാൻ ഇതിൻ്റെ ലൂമിനോസിറ്റി അളക്കാനുള്ള ഉപകരണങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു CFL പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആംബിയറേജ് 0.07, 151 വോൾട്ടേജിലാണ്. 0.07 ഒരു ആംബിയർ പോലും വരാത്തതുകൊണ്ട് ഇതിൻ്റെ പവർ കൺസപ്ഷൻ വളരെ കുറവാണ് എന്നുള്ള നിഗമനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വീണ്ടും ഇതേ ജനറേഷനിലുള്ള അടുത്ത ഒരു ചെറിയ CFL ആണിത്. 0.03 ആണ് ഇവിടുത്തെ ആംബിയറേജ്. എന്ന് പറഞ്ഞാൽ ഇത് 5 വാട്ടിൻ്റെ ഒരു CFL ആണ്. 5 വാട്ട് എത്തണമെങ്കിൽ 230 വോൾട്ട് വരണമായിരുന്നു. 153 വോൾട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അത്രയൊന്നും കറണ്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ പവർ എടുക്കുന്നില്ല. ഇതിനോടൊപ്പം തന്നെ ചെയ്യാവുന്നൊരു പരിപാടിയാണ് ഒരു സർക്യൂട്ടിൽ, നമ്മുടെ സമാന്തര സർക്യൂട്ടിൽ പ്രതിരോധങ്ങളുടെ സംയോജനം എന്നൊരു ഭാഗം അവർക്ക് പഠിക്കാനുണ്ട്. അവിടെ പറയുന്നു വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് ഇൻ എ ബ്രാഞ്ച് സർക്യൂട്ട് അത് ആഡ് ചെയ്താൽ ടോട്ടൽ കറണ്ട് കിട്ടും. അതായത് I = I1 + I2, where I1 and I2 are the current flowing through each branch. ഇവിടെ നമ്മളിപ്പോൾ 2 ബ്രാഞ്ച് പരിഗണിക്കാം. ഇവിടെ 0.03 ഉണ്ട്, ഇവിടെ 0.07 ഉണ്ട്. എങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ വരേണ്ടത് 0.010, അതായത് 0.10 കിട്ടിയിട്ടുണ്ട്. സം ഓഫ് 2 ബ്രാഞ്ച് കറണ്ട് വിൽ ഗീവ് ടോട്ടൽ കറണ്ട്. ഇതിൽ നിന്നാണ് 1/R = 1/R1 + 1/R2 സഫല പ്രതിരോധം സമാന്തരത്തിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലൊക്കെ നമ്മൾ കുട്ടിയെ കൊണ്ടുപോകുന്നത്. വളരെ വ്യക്തമായി ക്ലാസ് മുറിയിൽ നിന്ന് ഒരു പരീക്ഷണത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കുട്ടിക്ക് മനസ്സിലാക്കുമ്പോൾ ഇത് അർത്ഥവത്തായ ഒരു തിയറി ആയിട്ട് മാറും. എന്താണ് നമ്മൾ 0 വാട്ട് എന്ന് പറയുന്ന ഈ ബൾബിൻ്റെ രഹസ്യം? ഇവിടെ ഒരു 0 വാട്ട് ബൾബ് പ്രകാശിപ്പിക്കുന്നു. 0 വാട്ട് 0 അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. 0.05 ആംബിയറേജ് കറണ്ട് ഇവിടെ ഈ ബൾബ് ഡ്രോ ചെയ്യുന്നുണ്ട്. ഈ 0.05
തൊട്ടടുത്ത CFL-നേലും കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ ഇത് 0 വാട്ട് എന്ന് വന്നു എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് നമ്മുടെ സാധാ അനലോഗ് മീറ്ററുകളൊന്നും തന്നെ ഈ 0 വാട്ട് ഇട്ടാൽ റെസ്പോണ്ട് ചെയ്തിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്കുള്ള സെൻസിറ്റീവ് മീറ്ററുകളും സെൻസിറ്റീവ് മെഷറിംഗ് ഇൻസ്ട്രുമെൻസും ഒക്കെ ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ 0 വാട്ട് എന്നുള്ള പ്രയോഗം അത് അസ്ഥാനത്താകേണ്ട സമയം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ജനറേഷനാണ് LED വിപ്ലവം. നമുക്കറിയാം LED ഏറ്റവും കുറവ് പവർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഇത് ഡ്രോ ചെയ്യുന്ന കറണ്ട് ഇപ്പൊ നോക്കാം, ഒട്ടുമില്ല, 0.01 ആംപിയർ ആണ്. അതായത് ഒരു ടേബിൾ ലാമ്പ് പ്രവർത്തിച്ചാൽ അവന് ഉപയോഗിക്കുന്ന കറണ്ട് ഒന്നുമില്ല എന്നുള്ളതാണ്, വളരെ കുറവേ ഉള്ളൂ. ഇത് 1 വാട്ടിന്റെ എന്ന് പറഞ്ഞിട്ട് കിട്ടിയാലും 0.1 × 148, അതായത് ഈ 1.48 വാട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. 1 വാട്ടിന്റെ ഒരു ബൾബ് കൊണ്ട് രാത്രി നമുക്ക് ആ ടേബിൾ ലാമ്പായിട്ട് ഉപയോഗിക്കാമെന്നത് വളരെ സ്വാഗതാർഹമായ ഒരു സംഭവം തന്നെയാണ്. എനർജി സേവ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ പാഠം തന്നെ ഇവിടെ നമുക്ക് കുട്ടിയെ മനസ്സിലാക്കാം. ഒപ്പം പവർ അറിയാത്ത ഏത് ഉപകരണം ഉണ്ടെങ്കിലും ഇതൊരു ഇലക്ട്രിക് അയണാണ്. ഇതിൻ്റെ മുകളിൽ ആ സ്ലിപ്പ് പോയി എത്ര വാട്ട്സിൻ്റെ ആണെന്നുള്ള സ്ലിപ്പ് ഇവിടെ കാണുന്നില്ല. നമുക്കിത് തിരിച്ചറിയണം എത്ര വാട്ടാണ് ഇതിൻ്റെ വാട്ടേജ്, എത്ര ആംപിയർ കറണ്ട് എടുക്കുന്നു നോക്കുക. 1.74 × 132 ഇപ്പോഴത്തെ വോൾട്ടേജ് വെരി വെരി ലോ വോൾട്ടേജ് ആയതുകൊണ്ട് 750 വാട്ട് വരുന്ന ഇലക്ട്രിക് അയൺ ഇപ്പോൾ വെറും 130 × 1.75 ഗുണിച്ചാൽ കിട്ടുന്ന ചെറിയ വാട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് ഉപകരണത്തിൻ്റെയും വാട്ടേജ് ഇതുപോലെ അളന്നെടുക്കാം എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ വാട്ട് റീഡിംഗ് ബോർഡ് എന്ന് പേരിട്ടുള്ളത്.